സാധാരണ ലൈനിൽ പരിചയമുള്ള ബസ്സാണ് ഈ ഡിഫൻഡർ ബസ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ഇത്രയും ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ കുറച്ച് മുമ്പ് ഒരു 2-3 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപകടം തുടർക്കഥയാണ്. കാരണം അത് ഒരു ലോറിയുടെ കാരണം കൊണ്ട് ഒരു 9 വണ്ടി ഒന്നിച്ച് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് തൊട്ട് മുമ്പ് അവിടെ ഈ ഹൈവേൻ്റെ ഫുള്ള് പണി കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പരസ്യമായിട്ട് കണ്ടതാണ്. എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ചെന്ന് വന്ന് നോക്കുമ്പോൾ രോഗികളെ ബസ് വെട്ടിപ്പൊളിച്ചിട്ട് രോഗികളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. കാരണം വെച്ചാൽ ഇതും ഇവിടുത്തെ ഈ സിസ്റ്റം ഒന്നും കൂടെ മാറ്റിയെടുക്കേണ്ടതായി എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അപകടങ്ങൾ തുടർക്കഥയെ കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇവിടുത്തെ ആളുകളോ കാര്യങ്ങളൊന്നും കാര്യമായി ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇടപെടൽ വേണം. കാരണം വെച്ചാൽ ഇത് ഈ അപകടം ഇല്ലാതാവണം ഇവിടെ. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളിലാണ് ബസ് വരുന്നത്. ഒന്നാം ഭാഗത്ത് സാധാരണ ലോക്കൽ ബസ് വളാഞ്ചേരി കുറ്റിപ്പുറം വരുന്ന ബസ്സുകളും പിന്നെ മറ്റുള്ള ലോറികൾ, കാറ്, ചെറുവണ്ടികളൊക്കെ സർവീസ് റോഡ് കൂടെ വരുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഈ സൈഡ് കൂടെ ലിമിറ്റഡ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ ചാറ്റൽ മഴ വരുന്നത് കൊണ്ട് ഈ റോഡിൽ എപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട് ഈ സർവീസ് റോഡിൽ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറുവണ്ടികൾ വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. കാരണം ഹൈവേ കൂടെ ഈ സർവീസ് റോഡ് കൂടെ വരുമ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ റോഡിൻ്റെ ഘടനയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ആ കാറ് 2 ദിവസം മുൻപ് അപകടത്തിൽപ്പെട്ടതായിരുന്നു. അതിനു മുൻപ് ഇവിടെ ഒരു ലോറി പുറകിലിടിച്ച് ഏകദേശം 8-10 വാഹനത്തിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിരന്തരം അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പ്രധാനമായും പറയുന്നത്. ഏട്ടാ, ഇത് സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണോ? കഴിഞ്ഞ ആഴ്ചയിൽ ഇതേമാതിരി നല്ല നടന്നു. കഴിഞ്ഞ മാസം ഒരു 10-9 വണ്ടിയോളം ഒരുമിച്ച് ആക്സിഡന്റ് ആയതാ. ഇവിടെ തന്നെ ഈ സർവീസ് റോഡിന്റെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. നാട്ടിലുള്ള ആളുകൾ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. നമ്മൾ അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് സർവീസ് റോഡിൽ നിന്ന് വണ്ടിൻ്റെ ഇറങ്ങണാണ്. സർവീസ് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഹൈവേയിൽ നേരെ വരുമ്പോൾ പെട്ടെന്ന് ചവിട്ടിട്ട്. സർവീസ് റോഡിൽ നിന്നാണോ ബസ്? അല്ലല്ല, ഹൈവേയിലൂടെ വന്ന വണ്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി കിട്ടിയില്ല. അതിലുകൊണ്ട് ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. മഴയുള്ള സമയത്തായിരുന്നു ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ല. അതുകൊണ്ട് വന്നു അതിൽ ഈ ഭിത്തിയിൽ തട്ടിയിട്ട് നേരെ മറിയുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ. ഇവിടെ സ്ഥിരം അപകടം നടക്കും. സ്ഥിരം അപകടം. കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ 10ഓളം വണ്ടി തട്ടിയിരുന്ന സംഭവം. ഇവിടെ ഒരു ബസ്സും 5-8 കാറുകളും തമ്മിൽ ഇടിച്ച സ്ഥലമാണ്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ബസ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയത്. അതായത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇവിടെ എത്തുമ്പോൾ കാണുന്നത് ആളുകളൊക്കെ ചിതറിക്കിടക്കുന്ന സാഹചര്യം. നമുക്ക് ആ ബസ്സിൻ്റെ അകത്തേക്ക് ദൃശ്യങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ചെരുപ്പുകൾ. ഇതിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ ചെരുപ്പുകളാണ്. ആ ബസ്സിൻ്റെ മറ്റ് സാധനങ്ങൾ ഉൾപ്പെടെ അതിൽ കാണാം. ആളുകളുടെ ബാഗുകളുണ്ട്, പേഴ്സുകളുണ്ട്, സഞ്ചരിച്ചിരുന്ന ആളുകളുടെ ചെരുപ്പുകളുണ്ട്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ആ ബസ്സിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അമിത വേഗത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് മഴയുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥലം ഘടന എന്ന് പറയുന്നത് അത് സ്ഥിരം അപകടം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ്. ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാവലുണ്ടല്ലോ. ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് തന്നെ അതിന് വേണ്ടുന്ന നിയമ നടപടികൾ ഇവിടെ നടന്നിട്ടില്ല. പക്ഷെ വാഹനങ്ങൾ മാത്രം, ബസ്സിൻ്റെ മാത്രം അപകടം പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ ആദ്യം പരിഗണിച്ചിട്ട് വേണം ഇവിടുത്തെ അപകടങ്ങൾ മാറ്റണമെങ്കിൽ. അത്രേ ഉള്ളൂ. റോഡിൻ്റെ ഘടന തെറ്റാണ്. ഇവിടെ തീർച്ചയായിട്ടും തെറ്റാണ്. അതാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അത് ഇന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ഒന്നും കണ്ടു. ഓക്കെ, എന്തായാലും ഈ ആളുകളൊക്കെ ആയിരുന്നു ഇവിടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അവരിവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നിങ്ങൾ വരുമ്പോഴേ ഇതിന് ആളുകളൊക്കെ ഇതിനുള്ളിൽ കുടുങ്ങി കിടക്കായിരുന്നു. ആൾക്കാർ ഫയർഫോഴ്സ് വന്നിട്ട് എടുത്താണ്. ആൾക്കാർ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതറിയില്ല, നമ്മൾ പോയിട്ടില്ല. ഫസ്റ്റിൽ കൊണ്ടുപോയി ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടേക്ക് പോകുള്ളൂ. അവിടുന്ന് വേറെ എവിടെയും പോകും. എന്താണ് കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? അതന്നെ, ഹൈവേയിൽ വണ്ടി വന്ന് അപ്പം മഴ ഉണ്ട്. അപ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് വണ്ടി കയറ്റുന്ന ബസ് ചവിട്ടിട്ടുണ്ടാവും, അതിൽ പോയിട്ടുണ്ടാവും. സർവീസ് റോഡിൽ നിന്ന് വണ്ടി വരുന്നത് കാണുമ്പോൾ അല്ലേ? കാണുമ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സർവീസ് റോഡിൽ നിന്ന് നേരെ കയറിയാണ് ഇവിടെ ചെയ്യുക. ഹൈവേയിൽ നേരെ വരുന്നവരും അടുത്ത് ഈ ക്യാപ്പിലാണ് കിടക്കുന്നത് വണ്ടി. ഈ റോഡിൻ്റെ ഒരു ഘടന നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇത് ദേശീയ പാതയാണ്.
അതായത് വൺ സൈഡ് ഏകദേശം 3 വരി പാതയുണ്ട്, അതോടൊപ്പം അപ്രോച്ച് റോഡുണ്ട്. പക്ഷേ ഈ അപ്രോച്ച് റോഡ് ഇതിലേക്ക്, അതായത് ഈ അപ്രോച്ച് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗം അത് ഈ അപകടം നടന്നതിന് തൊട്ടടുത്താണ്. ഒരു പക്ഷേ അതിലൂടെ ഈ അപ്രോച്ച് റോഡിലൂടെ വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് വരുന്ന സമയത്ത് ഈ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാവാം. അങ്ങനെ ബ്രേക്ക് ഇട്ട സമയത്താവാം ഒരു പക്ഷേ ഈ ഡിവൈഡറിൽ ഇടിച്ചുകൊണ്ട് നിയന്ത്രണം നഷ്ടമായി ബസ് മറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയേണ്ടത്. പ്രധാനമായി ബസ് ഇടിച്ച സ്ഥലമാണ് ഇത്. നമ്മൾ ഈ കാണുന്ന ഭയങ്കര ഡേഞ്ചറാണ് ഇത്. എപ്പോൾ നോക്കിയാലും അവിടുന്ന് വണ്ടി സ്പീഡിൽ വന്നാൽ പെട്ടെന്ന് തിരിച്ചാൽ കിട്ടില്ല. ഇവിടെ ഒരു ഡിവൈഡ്, അവിടെ ഒരു ഡിവൈഡ്, എപ്പോഴും സംഭവിക്കണം. അത് അപകടം സ്ഥിരം സംഭവിക്കുന്നത്. ആ അപകടം സ്ഥിരം സംഭവിക്കുന്നതാണ്. സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ മുന്നേ ഒരു കാറ് ഒരാഴ്ചയായി കിടക്കണേ, വേറെ കാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ടില്ല. ഇത് ഓവർ സ്പീഡാണ്. അവിടെ തട്ടിയുണ്ട് ആ സൈഡ്. ആ സൈഡ് വന്ന് ഇവിടെ വണ്ടി മറിഞ്ഞിട്ടാണ് ചേസ് വേറെയാണ് കിടക്കുന്നത്. അവിടെ തട്ടിയിട്ടുണ്ടല്ലേ? ഫസ്റ്റ് ട്രാക്കിലാണ് വണ്ടി വരുന്നത്. അവിടെ തട്ടി ട്രാക്കിൽ വന്നിട്ടാണ് വണ്ടി ഇവിടെ എത്തിയത്, മറിഞ്ഞതാണ്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്താ ഇക്ക പറഞ്ഞോളൂ. ഓക്കെ, എന്തായാലും ഈ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ആ ബസ്സിന്റെ അകത്തേക്ക്, അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ ഇതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തി ബസ്സിൻ്റെ അകവും മറ്റും പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതെന്താ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? എന്തായാലും നമുക്ക് ആ ബസ്സിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണിച്ചാൽ ചോരപ്പാടുകൾ ഉൾപ്പെടെ ഉണ്ട്. സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആളുകളുടെ തൊപ്പിയുണ്ട്, ചെരുപ്പുകളുണ്ട്, മറ്റ് പേഴ്സുകളുണ്ട്. അങ്ങനെ അതിലെ യാത്രക്കാർ ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എന്ത് വലിയൊരു അപകടം മുന്നിൽ കണ്ട് അവരൊക്കെ പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും എത്രയും ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങൾ ഈ ആശുപത്രികളിൽ നിന്ന് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. മാത്രം